ചാണക്യനീതി അധ്യായം 2. അനൃതം സാഹസം മായ, മൂർഖത്വം അതിലുബ്ധത, അശൗചത്വം നിർദയത്വം, സ്ത്രീണാം ദോഷാഃ സ്വഭാവജാഃ. സത്യസന്ധയില്ലായ്മ, സാഹസം, വഞ്ചന, ബുദ്ധിമോശം, അത്യാർത്തി, വൃത്തിയില്ലായ്മ, ദയയില്ലായ്മ ഇവയെല്ലാം തന്നെ സ്ത്രീയുടെ സ്വാഭാവികങ്ങളായ ദോഷങ്ങളാണ്. ഭോജ്യം ഭോജനശക്തിശ്ച രതിശക്തിർ വരാംഗന വിഭവോ ദാനശക്തിശ്ച നാൽപസ്യ തപസഃ ഫലം. ഭോഗവസ്തുക്കളും അവയെ അനുഭവിക്കുവാനുള്ള കെൽപ്പും സുന്ദരിയായ സ്ത്രീയും രതിശക്തിയും സ്വത്തും അത് ദാനം ചെയ്യാനുള്ള മനസ്സും ഒരാൾക്ക് ലഭിക്കുന്നത് അനൽപമായ അതിമഹത്തായ തപസ്സിൻ്റെ ഫലമായിട്ട് മാത്രമാണ്. യസ്യ പുത്രോ വശീഭൃതോ ഭാര്യ ചന്ദാനുഗാമിനി വിഭവേ യശ്ച സന്തുഷ്ടഃ തസ്യ സ്വർഗ ഇഹൈവ ഹി. ഒരാൾക്ക് അനുസരണയുള്ള പുത്രനും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും തനിക്കുള്ള സ്വത്തിൽ അയാൾ സന്തുഷ്ടനാണെങ്കിൽ അയാൾക്ക് സ്വർഗം ഈ ലോകത്തിൽ തന്നെയാണ്. തേ പുത്ര യേ പിതൃഭക്തഃ സ പിതാ യസ്തു പോഷകഃ തന്മിത്രം യസ്യ വിശ്വാസഃ സാ ഭാര്യ യത്ര നിർവൃതിഃ. പിതാവിനോട് ഭക്തിയുള്ളവരാണ് ശരിയായ പുത്രന്മാർ. മക്കളെ വേണ്ടവണ്ണം വളർത്തുന്നവനാണ് യഥാർത്ഥ പിതാവ്. യഥാർത്ഥ സുഹൃത്ത് വിശ്വസ്തനായിരിക്കണം. തൻ്റെ ഭർത്താവിന് സംതൃപ്തിയും ശാന്തിയുമേകുന്നവളാണ് യഥാർത്ഥ ഭാര്യ. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ്. നാ വിശ്വസേത് കൂമിത്രേ ച മിത്രേ ചാപി നാ വിശ്വസേത് കദാചിത് കൂപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത്. ദുഷ്ടനായ സുഹൃത്തിനെ വിശ്വസിക്കരുത്, സാമാന്യനായ മിത്രത്തെയും വിശ്വസിക്കരുത്. എന്തെന്നാൽ ചിലപ്പോൾ അയാൾ ദേഷ്യത്തിനടിമപ്പെട്ട് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിയേക്കാം. മനസാ ചിന്തിതം കാര്യം വാച നൈവ പ്രകാശയേൽ മന്ത്രേണ രക്ഷേത് ഗൂഢം കാര്യേ ചാപി നിയോജയേൽ. മനസ്സിൽ ചിന്തിച്ച ഭാവി പരിപാടികൾ വാക്കിലൂടെ എല്ലാവരോടും വെളിപ്പെടുത്തരുത്. വളരെ വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായ സുഹൃത്തുക്കളുമായി രഹസ്യമായി ചർച്ച ചെയ്ത ശേഷം അവ നടപ്പിൽ വരുത്തണം. കഷ്ടം ച ഖലു മൂർഖത്വം കഷ്ടം ച ഖലു യൗവനം കഷ്ടാത് കഷ്ടതരം ചൈവ പരഗേഹ നിവാസനം. വിഡ്ഢിത്തം ദുഃഖകരമാണ്, യൗവനവും ദുഃഖകരമാണ്. എന്നാൽ അന്യൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത്. ശൈലേ ശൈലേന മാണിക്യം മൗക്തികം നാ ഗജേ ഗജേ സാധവോ നഹി സർവത്ര ചന്ദനം നാ വനേ വനേ. എല്ലാ പർവ്വതങ്ങളിലും മാണിക്യക്കല്ല് കാണപ്പെടുന്നില്ല. എല്ലാ ആനകളുടെയും മസ്തകങ്ങളിൽ മുത്തുകളും കാണപ്പെടുന്നില്ല. എല്ലായിടത്തും സജ്ജനങ്ങളും കാണപ്പെടുന്നില്ല. എല്ലാ വനങ്ങളിലും ചന്ദനം കാണപ്പെടുന്നില്ല. പുത്രാശ്ച വിവിധൈഃ ശീലൈർ നിയോജ്യാഃ സതതം ബുധൈഃ നീതിജ്ഞ ശീലസമ്പന്ന ഭവന്തി കൂലപൂജിതാഃ. ബുദ്ധിമാന്മാർ സ്വന്തം മക്കളെ വിവിധങ്ങളായ നല്ല ശീലങ്ങളോടുകൂടി വളർത്തണം. നല്ല ശീലങ്ങളുള്ളവരും നീതിശാസ്ത്രമറിയുന്നവരുമായ മക്കൾ പിന്നീട് കുടുംബത്തിന് തന്നെ സത്പേര് വരുത്തുന്നു. മാതാ ശത്രുഃ പിതാ വൈരി യാഭ്യാം ബാലാ ന പാടിതാഃ സഭാമധ്യേ ന ശോഭന്തേ ഹംസമധ്യേ ഭഗോയാത. പുത്രന്മാരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കാത്ത മാതാവ് ശത്രുവും പിതാവ് വൈരിയുമാകുന്നു. എന്തെന്നാൽ ആ പുത്രന്മാർ വിദ്വാൻമാരിയ്ക്കുന്ന സദസ്സിൽ അരയന്നങ്ങളുടെ മധ്യത്തിൽപ്പെട്ട താറാവിനെ പോലെ ശോഭിക്കുന്നില്ല. ലാളനെ ബഹവോ ദോഷാഃ താടനെ ബഹവോ ഗുണഃ തസ്മാത് പുത്രം ച ശിഷ്യം ച താടയേത് ന തു ലാളയേത്. കുട്ടികളെ ലാളിക്കുന്നതിൽ വളരെയധികം ദോഷങ്ങളുണ്ട്. അടിക്കുന്നതുകൊണ്ട് ശിക്ഷിക്കുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് പുത്രനെയും ശിഷ്യനെയും ശിക്ഷിക്കണം, ലാളിക്കരുത്. ശ്ലോകേന വാ തദർത്ഥേന തദർത്ഥാർത്ഥക്ഷരേണ വ അവധ്യം ദിവസം കുര്യാത് ദാനാധ്യന കർമ്മഭിഃ.
ഒരു ശ്ലോകമോ അതിൻ്റെ പകുതിയോ അതിൻ്റെയും പകുതിയോ ഒരക്ഷരമെങ്കിലുമോ പഠിച്ചിട്ടും ദാനം, അധ്യയനം അഥവാ മറ്റ് സത്കർമ്മങ്ങളിലൂടെയും ഓരോ ദിവസത്തെയും സഫലമാക്കി തീർക്കണം. കാന്താവിയോഗ സ്വജനാപമാനം ഋണസ്യ ശേഷം കൂനൃപസ്യ സേവ ദാരിദ്ര്യഭാവോ വിമുഖം ച മിത്രം വിനാഗ്നി നൈതേ പ്രദഹന്തി കായം. ഭാര്യയുമായുള്ള വിരഹം, സ്വജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അപമാനം, ബാക്കി വന്ന കടം, ദുഷ്ടനായ രാജാവിനെ സേവിക്കേണ്ടി വരിക, ദാരിദ്ര്യം, സ്നേഹം കാണിക്കാത്ത സുഹൃത്ത്, ഇവയെല്ലാം തീയില്ലാതെ തന്നെ ശരീരത്തെ ദഹിപ്പിക്കുന്നു. നദീതീരെ ച യേ വൃക്ഷാഃ പരഗേഹേഷു കാമിനി മന്ത്രിഹീനാംശ്ച രാജാനഃ ശീഘ്രം നശ്യന്ത സംശയഃ. നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷം, അന്യഗ്രഹത്തിൽ വസിക്കുന്ന സ്ത്രീയും, മന്ത്രികളില്ലാത്ത രാജാവ്, ഇവയെല്ലാം വേഗം തന്നെ നശിക്കുമെന്നതിൽ സംശയമില്ല. ബലം വിദ്യ ച വിപ്രാണാം രാജ്ഞാം സൈന്യം ബലം തഥാ ബലം വിത്തം ച വൈശ്യാനാം ശൂദ്രാണാം പരിചര്യകം. ബ്രാഹ്മണരുടെ ബലം അവരുടെ അറിവാണ്, രാജാക്കന്മാരുടേത് സൈന്യവും, വൈശ്യന്മാരുടേത് ധനവും, ശൂദ്രന്മാരുടേത് പരിചരണവുമാണ്. നിർധനം പുരുഷം വേശ്യ പ്രജാഭഗ്നം ദ്രവം ത്യജേൽ ഖഗാ വീതഫലം വൃക്ഷം ഭ്രക്ത്വാ ചാഭ്യാഗതാഗ്രഹം. ധനം നഷ്ടപ്പെട്ട പുരുഷനെ വേശ്യയും പരിചിതനായ രാജാവിനെ ജനങ്ങളും, കായ്കളില്ലാത്ത വൃക്ഷത്തെ പക്ഷികളും, ആഹാരം കഴിച്ച ശേഷം ആതിഥേയൻ്റെ ഗ്രഹത്തെ അതിഥിയും ഉപേക്ഷിക്കുന്നു. ഗ്രഹീത്വാ ദക്ഷിണാം വിപ്രാസ്ത്യജന്തി യജമാനകം പ്രാപ്തവിദ്യാ ഗുരും ശിഷ്യ ദഗ്ധാരണ്യം മൃഗാസ്ഥത. അതുപോലെ ദക്ഷിണ ലഭിച്ച ശേഷം ബ്രാഹ്മണർ യജമാനനെയും, വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ ഗുരുവിനെയും, തീയിൽ നശിച്ച കാടിനെ മൃഗങ്ങൾ ഉപേക്ഷിക്കുന്നു. ദുരാചാരി ദുരാദൃഷ്ടിർ ദുരാവാസീ ച ദുർജനഃ യൻ മൈത്രി ക്രിയതേ പുംഭിർ നരഃ ശീഘ്രം വിനശ്വതി. ദുരാചാരമുള്ളവൻ, ദുഷ്ടദൃഷ്ടിയുള്ളവൻ, ദുഷിച്ച സ്ഥലത്ത് വസിക്കുന്നവൻ, ദുസ്വഭാവമുള്ളവൻ എന്നിവരോട് സൗഹൃദം പുലർത്തുന്നവൻ വേഗം തന്നെ നശിക്കും. സമാനേ ശോഭതേ പ്രീതിഹി രാജ്ഞി സേവാച്ച ശോഭതേ വാണിജ്യം വ്യവഹാരേഷു ദിവ്യാ സ്ത്രീ ശോഭതേ ഗ്രഹേ. സൗഹൃദം തുല്യർ തമ്മിലും, സേവനം രാജാവിങ്കലും, കച്ചവട മനസ്ഥിതി പൊതുരംഗത്തും, സുന്ദരിയും സുശീലയുമായ സ്ത്രീ സ്വഗ്രഹത്തിലും ശോഭിക്കുന്നു. അധ്യായം 2 സമാപ്തം.